നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ തിരുവനന്തപുരം ജില്ലയിലെ കല്ലമ്പലം നാവായിക്കുളം 28ാം മൈൽ ആടുചന്തയുടെ വീഡിയോ ആണ്. ഇന്ന് വ്യാഴാഴ്ച 12:30 തന്നെ ചന്ത തുടങ്ങിയിരിക്കുകയാണ്. എല്ലാ വ്യാഴാഴ്ചയും ഞായറാഴ്ചയും ഉച്ചയ്ക്ക് 12:30 മണി മുതലാണ് ഇവിടെ ചന്ത. തിരുവനന്തപുരം ജില്ലയാണ്. അപ്പോൾ കഴിഞ്ഞ 2 ആഴ്ചയായിട്ട് നമ്മൾ ഒരു കുട്ടിയെ വാങ്ങാൻ വേണ്ടി ചന്തയിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് നമുക്ക് വാങ്ങാൻ പറ്റുമെന്ന് നോക്കാം. ചന്ത തുടങ്ങിയിട്ടില്ല, അകത്തേക്ക് ആളിനെ കയറ്റി വിട്ടിട്ടില്ല. കച്ചവടക്കാർ മാത്രമേ ഉള്ളൂ ചന്തയ്ക്കകത്ത്. ആടുകളൊക്കെ ഒരുപാട് നിൽപ്പുണ്ട്, വലിയ ആടുകളൊക്കെ ഒരുപാട് നിൽപ്പുണ്ട്. അങ്ങനെ കസ്റ്റമർ എല്ലാവരെയും കയറ്റി വിട്ട് തുടങ്ങിയിരിക്കുകയാണ്. നമുക്ക് അങ്ങോട്ട് പോകാം. വലിയ ആടുകളൊക്കെ ഭാഗത്ത് നിൽപ്പുണ്ട്. നമുക്ക് കുട്ടികളുടെ സെക്ഷനിലേക്ക് പോകാം. ഇവിടെ കുറച്ച് കുട്ടികൾ നിൽപ്പുണ്ട്. മുട്ടൻകുട്ടിയും പെൺകുട്ടിയൊക്കെയാണ്. $4000 വെച്ചാണ് ഓരോ കുട്ടികൾക്കും ചോദിക്കുന്നത്. 4000 രൂപ. തീരെ പൊടിക്കുട്ടികളാണ്. തീറ്റയും കൂടിയൊക്കെ തുടങ്ങിയ കുട്ടികളെന്നാണ് പറയുന്നത്. 4000 രൂപ ചോദിക്കുന്നുണ്ട്. ഇവിടെ നല്ല 2 കുട്ടികളെ കെട്ടിയിരിക്കുകയാണ്. ഇനി വാങ്ങിയതാണോ? ഇവിടെ കുറച്ച് കുട്ടികൾ നല്ല അത്യാവശ്യം നല്ല അടുപ്പമുള്ള പൊക്കവും നീട്ടമൊക്കെ ഉള്ള കുട്ടികൾ അവിടെ നിൽപ്പുണ്ട്. 7500 രൂപയാണ് ഓരോ കുട്ടികൾക്ക് ചോദിച്ചത്. 7500 ചോദിക്കുന്നുണ്ട് ഓരോ കുട്ടികൾക്കും. ഇവിടെ 2 കുട്ടികൾ, നല്ല 2 കുട്ടികൾ നിൽപ്പുണ്ട്. വളർത്താൻ പറ്റിയ നല്ല കുട്ടികളാണ്. അങ്ങനെ ഒരു കുട്ടി ഞാനിങ്ങനെ വില ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ കറുപ്പും വെള്ള അതൊരു മുട്ടൻകുട്ടിയാണ്. അവർ 7000 രൂപ ചോദിക്കുന്നുണ്ട്. ഞാൻ 4 രൂപ വരെ പറഞ്ഞിട്ടുണ്ട്. 4000 രൂപ. ഒരു 6 രൂപ കുറഞ്ഞ് കൊടുക്കില്ലെന്നാണ് പറയണത്. കയറെന്തായാലും ഞാൻ പിടിച്ച് മേടിച്ചിട്ടുണ്ട്. ഒരു 6 രൂപ കുറഞ്ഞ് കൊടുക്കില്ലെന്നാണ് പറയുന്നത്. ഒരു സമയത്ത് 1500 2000 രൂപയ്ക്ക് കിട്ടിക്കൊണ്ടിരുന്ന കുട്ടികളാണ് ഇപ്പം 7500 ചോദിക്കുന്നത്. അത് വേറൊരാൾ വാങ്ങാൻ ചാൻസ് ഉണ്ട്. ആ കുട്ടീനെ അവർ വാങ്ങാൻ ഉള്ള തയ്യാറെടുപ്പിലാണ്. അവർ 6 രൂപ പറഞ്ഞു. ഓക്കെ, അത് കച്ചവടമായി. നല്ല തിരക്കുണ്ട് ഇന്ന് ചന്തയിൽ. കുട്ടികൾ കുറവാണിന്ന്. അപ്പോൾ ഇന്ന് നല്ല വിലയായിരിക്കും. വലിയ ആടുകളൊക്കെ ഒരുപാട് വന്നിട്ടുണ്ട്. വലിയ മുട്ടനാടുകളൊക്കെ ഒരുപാട് വന്നിട്ടുണ്ട്. ഒരുപാട് കുട്ടികൾ. ഇവിടെയൊക്കെ ചെറിയ ചെറിയ കുട്ടികളാണ് നിൽക്കുന്നത്. അങ്ങനെ അതിനെ അവർ വാങ്ങിയിരിക്കുകയാണ്. 6500 കൊടുത്തെന്നാണ് പറഞ്ഞത്. 6500 വരെ മുതലാണ് നിങ്ങളീ കാണുന്നത്. ഒരു 5 മാസം വളർത്തിയാൽ ചിലപ്പോൾ 6500 കിട്ടാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ കൊടുത്ത വില തീരെ പറ്റ കുട്ടിയാണ്. ഞാനൊരു 4 രൂപ മാക്സിമമാണ് കണ്ടത്. പിന്നെ ഒരു നല്ലൊരു കുട്ടി ആയതുകൊണ്ട് അത്യാവശ്യം പാലുപൊടിയൊക്കെ കിട്ടിയോണ്ട് ഒരു 500 രൂപ കൊടുക്കാമെന്ന് വെച്ചിരുന്നതാണ്. അപ്പോൾ അത് അവർ വന്ന് വാങ്ങിക്കൊണ്ട് പോയി. ഇനി നിൽക്കുന്ന വെള്ള അതൊരു മുട്ടനാടാണ്. അതിനും ചോദിക്കുന്നത് 7500 രൂപ തന്നെയാണ്. 7500 തന്നെയാണ് എല്ലാത്തിനും ചോദിക്കുന്നത്. എവിടെ 2 കുട്ടികൾ നിൽപ്പുണ്ട്. ഒരു പെണ്ണും ആണുമാണ്. പെൺകുട്ടി ആൺകുട്ടിയായിരുന്നു. അവിടെയൊക്കെ വലിയ ആടുകളാണ് നിൽക്കുന്നത്. എന്തായാലും നമുക്കൊന്നുകൂടെ നോക്കാം കുട്ടികളെ വല്ലതും കിട്ടുമെന്ന്. 3ാമത്തെ ചന്തയ്ക്കാണ് നമ്മളിവിടെ എത്തിയിരിക്കുന്നത്. കിളിമാനൂർ പോയിട്ടും കിട്ടിയില്ല. ഈ വണ്ടിയിലൊക്കെ നല്ല കുട്ടികളൊക്കെ നിൽക്കുന്നുണ്ട്. പക്ഷേ അവർ വാങ്ങിയതാണെന്ന് തോന്നുന്നു. ഇവിടെയൊക്കെ വലിയ മുട്ടനാടുകളെ വാങ്ങി കെട്ടിയിരിക്കുകയാണ്. ഇടികൂടുന്നൊരു മുട്ടനാടിനെ വാങ്ങിക്കൊണ്ട് പോകുന്നുണ്ട്. അത് കച്ചവടം കഴിഞ്ഞ ആടാണ്. പിന്നെ ഇവിടെയൊക്കെ നിൽപ്പുണ്ട് സിരോഹിയുടെ മുട്ടനാടുകളൊക്കെ നിൽപ്പുണ്ട്. നല്ല ചെവിയറൊക്കെ ഉള്ള ജമുനാപ്പേരി ക്രോസ് മുട്ടനാട് അവിടെ നിൽപ്പുണ്ട്. ഇതും വളർത്താനും ഇറച്ചി ആവശ്യത്തിനും പറ്റിയ ഒരു മുട്ടനാട് തന്നെയാണ് അവിടെ നിൽക്കുന്നത്. ഈ ഒരു മുട്ടനാടിന് 23 രൂപ കൊടുത്തെന്നാണ് പറഞ്ഞത്. ഇവിടെ 2 കുട്ടികൾ നിൽപ്പുണ്ട്. എന്തായാലും കുട്ടികളുടെ അടുത്തോട്ട് തന്നെ നമുക്ക് വീണ്ടും പോകാം. ഇവിടെ 2 കുട്ടികൾ നിൽപ്പുണ്ട്. ഇവിടെ തള്ളയും അതിൻ്റെ കുട്ടി നിൽപ്പുണ്ട്. അതൊരു മുട്ടൻകുട്ടിയാണ്. അപ്പോൾ അതിന് വില ചോദിച്ചപ്പോൾ 6 രൂപയാണ് ചോദിക്കുന്നത്. ഒരു പിഞ്ച് കുട്ടിക്ക് 6000 രൂപയാണ് ചോദിച്ചത്.
6000 രൂപ ചോദിച്ചു. 5000 രൂപയ്ക്ക് തരാമെന്ന് പറഞ്ഞ്. ഞാൻ പറഞ്ഞു എനിക്കത് വേണ്ട, കാരണം പാല് കുടിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടിയാണ്, 1 മാസം അടുത്ത് പ്രായം വരത്തേ ഉള്ളൂ. അതിനെ വാങ്ങുന്നെങ്കിൽ തള്ളയെ കൂടെ വാങ്ങണം. തള്ളയും കുട്ടിയും കൂടെ 14000 രൂപയാണ് അവർ പറയുന്നത്. ഞാൻ വേറൊരു കുട്ടിയെ വില പറഞ്ഞ അത് ഇപ്പോൾ വേറെ ടീം മേടിച്ചിരിക്കുകയാണ്. 5000 രൂപ ഞാൻ പറഞ്ഞ് ഈ ഒരു മുട്ടനാടിനെ അവർ കൊണ്ടുപോകുന്നുണ്ട്. ചെവിയിൽ വെള്ളമുണ്ട്. 5 രൂപ പറഞ്ഞ്, പക്ഷെ അവർ 6250 അവർ മേടിച്ചിരിക്കുകയാണ്. പറയുന്ന വിലയ്ക്ക് മേടിക്കാൻ ആളുണ്ട്. അപ്പം നമ്മൾ കിടന്ന് ചവിട്ടിയിട്ട് കാര്യമില്ല. ഈ ആഴ്ചയും കുട്ടി വേടിപ്പ് നടക്കുമെന്ന് തോന്നുന്നില്ല. നല്ല മുട്ടനാട് ഇവിടെ നിൽപ്പുണ്ട്. ഇതൊക്കെ ഇറച്ചി ആവശ്യത്തിന് പറ്റിയ മുട്ടനാടുകളാണ് നിൽക്കുന്നത്. പെൺകുട്ടി ചെറുതൊക്കെ ഇവിടെയൊക്കെ നിൽപ്പുണ്ട്. 2500 3000 രൂപ ആ റേഞ്ചിലൊക്കെ കിട്ടും. ഈ കുട്ടിയൊക്കെ ഒരു സിരോയി ക്രോസാണ്. ഒരു 3 രൂപ കൊടുത്താൽ ഈ കുട്ടികളൊക്കെ കിട്ടും. പെൺകുട്ടി അങ്ങനെ ആർക്കും വേണ്ട, പക്ഷേ എല്ലാവരും മുട്ടനാടിന് വേണ്ടിയാണ് വരുന്നത്. അങ്ങനെ ആ കുട്ടിയെ വീണ്ടും എൻ്റെ അടുത്ത് കൊണ്ടുവന്നിരിക്കുകയാണ്. 4500 രൂപയ്ക്ക് തരാമെന്ന് പറഞ്ഞ്. പക്ഷെ എനിക്കത് പാല് കുടിച്ച് നിൽക്കുന്നതുകൊണ്ടാണ് മേടിക്കാനൊരു മടി. കാരണം കുട്ടി ഉണങ്ങിപ്പോവും 2 ദിവസം കഴിയുമ്പോഴത്തേക്ക്. ലാസ്റ്റ് 4500 രൂപയ്ക്ക് തരാമെന്ന് പറഞ്ഞു. പക്ഷെ എനിക്ക് അതിന് താല്പര്യമില്ല. ഇനി ശനിയാഴ്ച കിളിമാനൂർ പോയി നോക്കാം. മഴ തുടങ്ങിയിരിക്കുകയാണ്. അങ്ങനെ ഞാൻ വണ്ടിക്കകത്ത് കയറിയിരിക്കുകയാണ്. ആ കുട്ടിയും തള്ളയാടും ഇപ്പോഴും അവിടെ തന്നെ ഉണ്ട്. മഴ തുടങ്ങിയിരിക്കുകയാണ്. ഇപ്പോൾ ഏകദേശം 1:10 ചന്തയിൽ ഇപ്പോഴും ആട് ഒരുപാട് നിൽപ്പുണ്ട്. ചന്തയിൽ ആട് ഒരുപാട് നിൽപ്പുണ്ട്. കച്ചവടം നടന്നുകൊണ്ടിരിക്കുകയാണ്. ചെറിയൊരു മഴ വന്നെങ്കിലും അതങ്ങ് മാറി വീണ്ടും ചന്ത ആക്റ്റീവായി തുടങ്ങിയിരിക്കുകയാണ്. ജമുന പേര് ക്രോസ് നമ്മൾ പറഞ്ഞ ആട് ഇതാ കൊണ്ടുപോകുന്നുണ്ട്. അവർ വാങ്ങി അവിടെ കെട്ടിയിരുന്നതാണ്. ഇവിടെ കുറേ ആടുകൾ നിൽപ്പുണ്ട്. വില ചോദിച്ചിട്ടില്ല, കാരണം കുട്ടികളെ സെക്ഷനിലാണ് നമ്മൾ നിന്നത്. കുട്ടികളെ കിട്ടിയതുമില്ല. ഇപ്പോൾ ചന്ത ലാസ്റ്റായി. എല്ലാ ആടുകളെയും ഒന്ന് വീഡിയോ എടുത്ത് അങ്ങ് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ ആഴ്ച നമുക്ക് 28 മൈൽ ചന്തയിൽ നിന്ന് ആടിനെ കിട്ടിയിട്ടില്ല. ഇവിടെ തള്ളയും 2 കുട്ടികളും നിൽപ്പുണ്ട്. ഇതൊക്കെ ഒരു 10-12000 രൂപ കൊടുക്കേണ്ടി വരും. മുട്ടൻകുട്ടിയും പെൺകുട്ടിയാണ് അതിൻ്റെ കുട്ടികൾ. ആടുകളൊക്കെ വാങ്ങിക്കൊണ്ട് പോകുന്നുണ്ട്. അപ്പോൾ ഞാനും വീഡിയോ വൈൻഡപ്പ് ചെയ്ത് വീട്ടിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. ഇവിടെ ഒരു കുട്ടി ഇങ്ങനെ ഇതിന് 2500 രൂപയ്ക്ക് തരാമെന്ന് പറഞ്ഞ്. പെൺകുട്ടിയാണ്. പെൺകുട്ടിയാണ്ട് ആരും അങ്ങനെ കൈ കൊടുക്കുന്നില്ല. 2500 രൂപയ്ക്ക് തരാമെന്ന് പറഞ്ഞു. പെൺകുട്ടി നമുക്ക് താല്പര്യമില്ല. ഇനിയും കുറച്ച് ആടുകൾ ചന്തയിൽ നിൽപ്പുണ്ട്. കുട്ടികളുമുണ്ട്, വലുതുമുണ്ട്. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആ ബെൽ ബട്ടനൂടെ നോളമർത്തിയാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസുകളും നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായിട്ട് വന്ന് ചേരുന്നതാണ്. അപ്പോൾ നമുക്ക് അടുത്തൊരു കിടിലം വീഡിയോയുമായി കാണുമ്പോഴേക്കും ഓക്കെ.